ബഹുമാന്യ വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവരെ നിയമ നിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെടുന്നതായ കുറഞ്ഞ ആയുസ്സരെ ഏറ്റവും നല്ല തക്കുവത്തൊട്ടിಗೆ അള്ളാഹുവരെ ഭയപ്പെട്ടുകൊണ്ടു ജീവിക്കണോ ചെന്ന് സ്വന്ത നഫ്സരെ മറക്കാണ്ട് കൂടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കുകയും നാല് പരലോകത്തുണ്ട് ജന്നാത്തുൽ ഫിർദൗസുലു ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುಳ್ಳದಾയ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ രാജ്യ എലക്ഷൻ്റെ ഒരു ചൂടിലായി തിക്കറും ആദ്യമായിട്ട് നിങ്ങളൊട്ടിಗೆ ഒരു വസിയത്താക്കുള്ളത് വോട്ടു ചെയ്യാത്ത ആൾമാർ പല ആൾമാർ ഇക്കുവാർ ജോബ് കഴിഞ്ഞിട്ട് സ്വറല്ല കഴിഞ്ഞിട്ട് ഞങ്ങളെ ആവശ്യമുള്ള കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് വോട്ടിടാൻ ചെന്ന് വിചാരിക്കുന്നതായ ആൾമാരിക്കുവാർ. അതുകൊണ്ടൊത്തു എൻ്റെ പിർസത്തെ സഹോദരന്മാരൊട്ടിಗೆ ചെല്ലകുള്ളത് എത്ര വേഗ ഞങ്ങൾ പോയിട്ട് വോട്ടിടണോ. അതുപോലെ മുതലാളിമാരായിട്ടുള്ളേ ജോബ് പണിയെടുക്കുന്നതായ പണിക്കാരന്മാർക്ക് ഞങ്ങൾക്ക് വോട്ടിടുകയുള്ളതായ ഒരു സമയ ഒരു അവകാശ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അതുപോലെ പ്രത്യേകമായിട്ട് പെണ്ണുങ്ങമാർ ഒരു വോട്ടും മിസ്സാവാമാർ, ആരെയും കാത്തു നിൽക്കാമാർ, വാഹന പറട്ട് കാർ പറട്ട് പിന്നെ ഞങ്ങൾക്ക് പോവാം, ഞങ്ങൾക്കല്ലേ ഞങ്ങൾ വോട്ടിടുന്നത്. അതുകൊണ്ടൊത്തു സൗകര്യമാക്കി തന്നെങ്കിൽ മാത്രം ഞങ്ങൾ പോണ്ടേ വോട്ടിടരെ ചെന്നുള്ള ഒരു വിചാരം പല പെണ്ണുങ്ങമാർക്കുമുണ്ട്. അതുകൊണ്ടൊത്തു അതെല്ലാം വിട്ടൊത്തു ആരെയും കാത്തു നിൽക്കാമാർ. ഇത് ഞങ്ങളെ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമായി തിക്കറ്. ഏറ്റവും നല്ല ഒരു സമാധാനമുള്ളതായ ഒരു അന്തരീക്ഷ ഒരു നാട് ഒരു രായ ഉണ്ടാവണോ ചെല്ലതായ ഉദ്ദേശത്തിൽ അതിലെ പ്രാരംഭികമായിട്ടുള്ള ഘട്ട എന്ന നിലക്ക് ഓരോ മനുഷ്യന്മാരും ഓരോ പ്രജയും ഓരോ സത്യവിശ്വാസിമാരും ആദ്യമായിട്ട് ഞങ്ങൾ വോട്ടു ഇടണോ. ഇത് ഞങ്ങൾ ഒന്നാമത്തെ ശ്രമമായി തിക്കറ്. അധികാര കൊടുക്കുറവണു അത് അള്ളാഹു ആയി തിക്കറാണ്. അതിൽ യാതൊരു ടെൻഷനും ഞങ്ങൾക്ക് ആവശ്യകതയില്ല, ഒരു ബേജാറും ആവശ്യകതയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പടിപാട്ടി തന്നത് ഖുലില്ലാഹുമ്മ, അള്ളാഹുവേ മാലികൽ മുൽക്ക്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಪ್ರಾರ್ಥಿಕಗೂ ದ್ವಾರಕಗೂ ಪಡಿವಾಟಿ ಕೊಡುಕರದು ಕುಲ್ ನಬಿಯೇ ಚೆಂತು ಕೊಡುಕೋರು. ಅಲ್ಲಾಹುಮ್ಮ ಮಾಲಿಕಲ್ ಮುಲ್ಕ್, നീയായിത്തിക്കറ് ലോകത്തിരെ അധിപനായിട്ടുള്ളവനു ആധിപത്യത്തിര ഒടയനായിട്ടുള്ളവനു നീനായിത്തിക്കറ. തുഅ്തിൽ മുൽക മൻ തശാഉ, നീന് ഉദ്ദേശിച്ചതായ ആൾമാർക്ക് നീന് അധികാരം കൊടുക്കുറ, ആധിപത്യം കൊടുക്കുറ. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീನು ഉദ്ദേശിക്കുന്നതായ ആൾമാരിൽ നിന്ന് അധികാരത്തിനെ നീನು പിടിച്ചെടുക്കറ, ഊരിയെടുക്കറ. വതുഇസ്സു മൻ തശാഉ, നീನು ഉദ്ദേശിച്ചതായ ആൾമാർക്ക് നീನು ഇസ്സത്ത് കൊടുക്കുറ, പ്രതാപ കൊടുക്കുറ, അഭിമാനം കൊടുക്കുറ നീನು. അതുപോലെ വതുദില്ലു മൻ തശാഉ, ചില ആൾമാരെ നീ ഉദ്ദേശിക്കുന്നതായ ആൾമാരെ നീ നിന്ദ്യനാക്കറ അല്ലെങ്കിൽ അപമാനത്തിലാക്കറ. ബിയദികൽ ഖൈർ, നിന്റെ മുട്ടായി തിക്കറ് എല്ലാ ഖൈറുമുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനു നീയായി തിക്കറ്. അതുകൊണ്ടൊത്തു അധികാരം കൊടുക്കുറവണു, ആധിപത്യം കൊടുക്കുറവണു അള്ളാഹു ആയി തിക്കറാണ്. അതിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യകതയില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി എന്താ വെച്ചെന്നെങ്കിൽ വോട്ടിടുന്നതായി തിക്കറ്, പരിശ്രമമായി തിക്കറ്, കഠിനാധ്വാനായി തിക്കറ്, അതായി തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശോധിക്കുന്നത് പ്രയത്നാക്കുന്ന ഇല്ലേ ചെല്ലതായ ആ ഒരു നോട്ട അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളിൽ നിന്ന് നോക്കിക്കൊണ്ടുള്ള ഒരു എത്രമാത്രം പരിശോധിച്ചുകൊണ്ടുള്ളതാണ്, എത്ര പരിശ്രമിച്ചുകൊണ്ടുള്ളതാണ് ചെന്ന് അള്ളാഹു
സുബ്ഹാനഹു തആല നോക്കിയോണ്ടുള്ളാണ്. അതുകൊണ്ടൊത്തു ഞങ്ങൾ നിന്നുള്ളതായ ഒരു ഉത്തരവാദിത്ത അത് വോട്ടു ഇടരതായി തിക്കറ്. ഞങ്ങൾ കുറഞ്ഞ ശതമാനമല്ല ഉള്ളേ, 20% ഉള്ളതായ മുസ്ലിമീങ്ങ എങ്ങനായി തിക്കറ് വിജയിക്കറ ചെല്ലതായ ആ ഒരു ബിയാറ ഞങ്ങൾക്ക് ഉണ്ടു. മനസ്സിലാക്കുന്നു, ഇന്ത്യ രാജ്യത്തിൽ 100% ആൽമാരുന്നെങ്കിലും 90% ഈ ലോകത്ത് ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണോ ചെന്ന് ആഗ്രഹിക്കുന്നതായ ആൽമാരുണ്ട്. മനസ്സിലാക്കണോ, ഫാസിസ്റ്റ് വർഗത്തെ എതിർക്കുന്നതായ അധിക ആൽമാരും ഈ രാജ്യത്ത് ഉണ്ട്. അതുകൊണ്ടൊത്തു ഞങ്ങളെ ഒരു ഉത്തരവാദിത്ത ഞങ്ങൾ കുറഞ്ഞ ശതമാനമായി തിന്നെങ്കിലും വോട്ടിടുന്നതായ ആ ഒരു നീയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. അള്ളാഹു ആയി തിക്കറ് ആധിപത്യ കൊടുക്കുന്നു. അതുകൊണ്ടൊത്തു ആരെയും പൽക്ക കേൾക്കാമാറ് ഇതിൽ മൂന്നാമത്തെ ഒരു വിഭാഗ ചന്തുണ്ടു. അങ്ങനെ പേരായി തിക്കറ് മുനാഫിക്കുമാറ് പേടിപ്പിക്കുന്നതായ ആ ഒരു ജനവിഭാഗ ആൽമാറുണ്ട്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തന്ന് ആ ഒരു വിഭാഗത്തെ ഞങ്ങൾ പേടിക്കണോ. അങ്ങനെ ആ ഉദ്ദേശം ചെന്നെങ്കിൽ ആൽമാരുടെ വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുന്നതായി തിക്കറ്, ഖൗഫ് ഉണ്ടാക്കി കൊടുക്കുന്നതായി തിക്കറ്, ഭയപ്പാടുണ്ടാക്കി കൊടുക്കുന്നതായി തിക്കറ്. ആൽമാരുടെ വന്ന് വസ്വാസ് ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുന്നതായ ആൽമാറ് അങ്ങനെ നിങ്ങൾ പേടിക്കണോ ചെന്ന് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തന്ന്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അങ്ങനെ സംബന്ധിച്ച് പടിവാട്ടിത്ത് 4 ആയത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ തുടക്കത്തിൽ ആദ്യത്തെ 4 ആയത്തിൽ വിശ്വാസിമാരെ സംബന്ധിച്ചിട്ട് അള്ളാഹു ഞങ്ങൾക്ക് പടിവാട്ടി തന്ന്. അതിൽ പിന്നെ 2 ആയത്ത് കാഫിരീങ്ങളെ സംബന്ധിച്ചിട്ട് പടിവാട്ടി തന്ന്. അതുപോലെ മുനാഫിഖരെ സംബന്ധിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല 13 ആയത്തിൽ ഞങ്ങളെ ഉണർത്തിയിട്ട് ഞങ്ങളെ സ്വഭാവ പടിവാട്ടി തന്ന്. ആൽമാരെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കുന്നതായ ഒരു വിഭാഗ, ഖൗഫ് ഉണ്ടാക്കുന്നതായ ഒരു വിഭാഗ നോക്കറു. മറ്റേ ആൽമാർ വർദ്ധിച്ചിട്ടായെങ്കിൽ മുസ്ലിമീങ്ങ ഈ രാജ്യത്ത് യാറായിട്ടായെങ്കിൽ ഞങ്ങളെല്ലാവരും ആട്ടി ഓടിക്കുവാറ്, ഇവിടെ ജിഹാദ് നടക്കൂ, കൊലവിളി നടക്കൂ, നരമേധ നടക്കൂ ചെന്ന് പ്രചരിപ്പിക്കുന്നതായ ആൽമാറും. അതുപോലെ മുസ്ലിമീങ്ങളുടെ ഇടയിലും ആൽമാർ അതുപോലുള്ളാറ്. ഫാസിസ്റ്റ് വർഗത്തെ ആൽമാർ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ ആൽമാർ അധികാരത്ത് വന്നിട്ടായെങ്കിൽ മുസ്ലിമീങ്ങളെ കൂട്ടമായിട്ട് നരമേധ നടത്തുവാറ്. ലോകത്ത് ഒരു ജാഗയിലും കാണാത്ത കൊലയും കൊള്ളയും അതുപോലെ മറ്റുള്ളതായ നരഭേദങ്ങളും ഈ രാജ്യത്ത് ഉണ്ടാവൂ ചെന്ന് പേടിപ്പിക്കുന്നതായ ആൽമാറുണ്ട്. ആരെ സഹോദരന്മാരെ പേടിപ്പിക്കുന്നതായ ആൽമാർ ആരായി തിക്കർ നിങ്ങൾ പേടിപ്പിച്ചോണ്ടുള്ളത്? ഏത് വിഭാഗത്തായി തിക്കർ പേടിപ്പിച്ചോണ്ടുള്ളത്? മുഅ്മിനീങ്ങളായി തിക്കർ പേടിപ്പിച്ചോണ്ടുള്ളത് അല്ല സഹോദരന്മാരെ. മുഅ്മിൻ ചെന്നെങ്കിൽ മനസ്സിലാക്കണോ, വിശ്വാസി മാത്രം ചെന്നല്ല അതിന് അർത്ഥമുള്ളത്. മുഅ്മിൻ ചെന്നിട്ടായെങ്കിൽ നിർഭയത്വമുള്ളവനു പേടിയില്ലാത്തവನು ചെന്തായി തിക്കർ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തന്റെ. ബദർ യുദ്ധത്തിലെ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു, ചില മുനാഫിക്കരായ ആൽമാർ പേടിപ്പിച്ചാറ്. ശത്രുമാരെ ഭാഗത്തിൽ വലിയ ഒരു സൈന്യമുണ്ട്, എല്ലാം സുസജ്ജിതമായിട്ടുള്ള ഒരു സൈന്യമുണ്ട്. അതുകൊണ്ടൊത്തു നിങ്ങൾ പേടിക്കണോ, നിങ്ങൾ പോകുതീരാ ചെന്ന് പേടിപ്പിച്ചതായ ആൽമാർ വിശ്വാസിമാരായ ആൽമാർ മനസ്സിലാക്കിയാറ്. അങ്ങനെ ഈമാന് യാരായിട്ട് ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തണ്ട്. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അതാ ഒരു വലിയ സൈന്യ ദാ ഇത് വിജയിച്ചിട്ടായെങ്കിൽ, ഈ വോട്ടിൽ നിന്ന് വിജയിച്ചിട്ടായെങ്കിൽ, ഫാസിസ്റ്റ് വർഗം വന്നിട്ടായെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ശയിക്കു ബുദ്ധിമുട്ടുണ്ടോ, കഷ്ടപ്പാടുണ്ടോ. അതുകൊണ്ടു നിങ്ങളെല്ലാം പേടിക്കണോ ചെന്ന് പേടിപ്പിക്കുന്നതായ ആൽമാർ മനസ്സിലാക്കണോ. മുഅ്മിനീങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല, വിശ്വാസിമാർക്ക് ആരെയും പേടിയില്ല. അതാ ഫഖ്ശൗഹും നിങ്ങൾ ഭയപ്പെടണോ ചെന്നപ്പ ഫസാദഹും ഈമാന. അങ്ങനെ ഈമാൻ യാറായിട്ട് അങ്ങ് പേടി ഉണ്ടാവില്ല. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അള്ളാഹുമയവും അള്ളാഹു ആയി തിക്കറ് ഞങ്ങൾ ബരമേൽപ്പിക്കുള്ളത്, അള്ളാഹു ഞങ്ങളെ നോക്കുവാണ്. അതായി തിക്കറ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കു വിശ്വാസിക്ക് പേടി ഉണ്ടാവുകയില്ല. അള്ളാഹുര തീർമാനമായി തിക്കറ് ഞങ്ങളെ നിന്നുള്ളതായ പ്രവർത്തനം മാത്രമായി തിക്കറ് ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിവാട്ടി തല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചതല്ലാണ്ട് ഒന്നും സംഭവിക്കുക പോണ്ടില്ല. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു തആല പടിവാട്ടി തണ്ട്. അള്ളാഹു വിധിച്ചതല്ലാണ്ട് വേറൊന്നും ഞങ്ങൾക്ക്
ഒന്നും വിധിക്കില്ല, ഒന്നും സംഭവിക്കുക പോണ്ടില്ല. അള്ളാഹു എന്തായി തിക്കറ് തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമായി തിക്കറ് സംഭവിക്കുള്ളത്. ഹുവ മൗലാന, അവനായി തിക്കറ് ഞങ്ങളെ സഹായിയായിട്ടുള്ളവനു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസിമാര് അവന്റെ മേൽ തവക്കുലാക്കൊരു ബരമേൽപ്പിക്കൊരു ചന്ത അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. അതുകൊണ്ടൊത്ത് വിശ്വാസിമാരുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുന്നതായ ആൾമാരുണ്ടു, അങ്ങനെ പേടിപ്പിക്കുന്നതായ ആൾമാരുണ്ടു. വിശ്വാസിമാർക്ക് ഒർക്കത്തും പേടിയില്ല, നല്ല സമാധാനമുള്ളതായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകൂ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. അല്ലെ, നല്ല ഒരു നിർഭയത്വമുള്ളതായ രാജ്യം ഉണ്ടാവാനുണ്ടായെങ്കിൽ എന്തൊരു ബേനായി തിക്കറ് വിശ്വാസിമാരുടെ ഇടയിൽ എന്തായി തിക്കറു ഒന്നാമതായിട്ട് വേണ്ടത്. അല്ലെ, വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് അത്തൗഹീദുൽ ഖാലിസു ലില്ലാഹ്, അല്ലാഹുരെ മാത്ര ഇബാദത്തെടുക്കുന്നതായ ഒരു ജനവിഭാഗം ഇന്നുണ്ടായെങ്കിൽ ആ രാജ്യത്ത് അമ്നുണ്ടാവൂ, നിർഭയത്വം ഉണ്ടാവൂ. അല്ലാഹുരെ മാത്ര വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ, ഇബാദത്തെടുക്കുന്നതായ, നേർച്ചർപ്പിക്കുന്നതായ, ദുആർക്കുന്നതായ ഒരു ജനവിഭാഗം ആദ്യമായിട്ട് ഉണ്ടാവണു. തൗഹീദുള്ളതായ ആൽമാർ ഉണ്ടാവണു. അങ്കായി തിക്കറ് വിജയമുള്ളേ, അതുപോലെ നിർഭയത്വമുള്ളേ ആ ഒരു ജനവിഭാഗ നിർഭയത്വമുള്ളതായ ഒരു രാജ്യമുണ്ടാവുന്നത് അത്തരത്തിലുള്ള സന്ദർഭത്തിലായി തിക്കറ്. അതായി തിക്കറ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പടിപാട്ടി തന്നെ. നിങ്ങൾക്ക് അമ്ന വേന, നിർഭയത്വ വേന, നിങ്ങൾക്ക് അധികാര വേന, നിങ്ങൾക്ക് നല്ല ഒരു ജീവന നിങ്ങൾക്ക് വേനുണ്ടായെങ്കിൽ അല്ലാഹുരെ മാത്ര ഇബാദത്തെടുക്കുന്നതായ ഒരു ജനവിഭാഗമായിട്ട് തീരണോ. ദർഗ പൂജയും അതുപോലെ ശിർക്കും ബിദ്അത്തും കുഫ്റുമാക്കി ഉണ്ടായെങ്കിൽ അങ്ക് നിർഭയത്വമുണ്ടാവില്ല, നിർഭയത്വമുണ്ടാവില്ല. നല്ല ഒരു ജനവിഭാഗമായിട്ട് മാറണുണ്ടായെങ്കിൽ, നിർഭയത്വ കിട്ടണുണ്ടായെങ്കിൽ, ഭയമില്ലാത്ത ഒരു രാജ്യമായിട്ട് തീരണുണ്ടായെങ്കിൽ അല്ലാഹുരെ മാത്ര ഇബാദത്തെടുക്കണു. അതായത് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിപാട്ടി തന്നെ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹുരെ വാഗ്ദാനമായി തിക്രു വഅദല്ലാഹ് ചന്ത് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനാക്കറ്. എന്തായി തിക്റ്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ളതായ വിശ്വാസമുള്ളതായ ആൽമാർ, അതുപോലെ വഅമിലുസ് സാലിഹാത്ത് നല്ല സത്കർമാക്രതായ ആൽമാർ ആറുള്ളാറ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുന്നത്തെ ആൽമാർക്ക് ആധിപത്യം കൊടുത്തതുപോലെ, അധികാരം കൊടുത്തതുപോലെ നിങ്ങൾക്കും തങ്ങ തണ്ട. അല്ലെ, അതുപോലെ വലയുമക്കിനന്ന ലഹും ദീനഹും الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا. എല്ലാ പേടിയിൽ നിന്നും നിങ്ങൾക്ക് നിർഭയത്വ തണ്ട, നല്ല സമാധാനമുള്ളതായ അന്തരീക്ഷം ഉണ്ടാക്കി തണ്ട, നിങ്ങളെ ദീനനുസരിച്ച് ജീവിക്കുള്ളതായ മാർഗമുണ്ടാക്കി തണ്ടാണോ. നിങ്ങൾ തൃപ്തിപ്പെട്ടതായ ദീനിൽ വിശ്വസിച്ചത് ജീവിക്കുള്ളതായ ആ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാക്കി തണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കണ്ടീഷൻ വെച്ചാണ്. എന്തായി തിക്റ്? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നന്റെ മാത്രം നിങ്ങൾ ആരാധനാക്കണോ. ലാ യുശ്രികൂന ബിഹി ശൈആ, അതിലൊന്നും ഒരു നിലക്കുള്ള ശിർക്കും കടന്നു പറകുത്തീറ, ബഹുദൈവ വിശ്വാസ കടന്നു പറകുത്തീറ. അല്ലെ, അങ്ങനെ ഉള്ളതായ വിശ്വാസ കടന്നു വന്നിട്ടായെങ്കിൽ നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവില്ല. അല്ലെ, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പടിപാട്ടി തണ്ട്. രണ്ട് വിഭാഗ ആൽമാർ ആറുകായി തിക്കർ നിർഭയത്വമുള്ളത് ചന്ത് ഖുർആൻ നിങ്ങൾക്ക് പടിപാട്ടി തണ്ട്. അയ്യുൽ ഫറീഖൈനി അഹഖു ബിൽ അംന്, അല്ലാഹുരെ ಬಿಟ್ಟುತ್ತು ಇದರ ದೈವത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൽമാർക്കായി തിക്കറ നിർഭയത്വമുള്ളത്. അതല്ല, അല്ലാഹുരെ മാത്ര ഏകനായ റബ്ബുരെ മാത്ര ആരാധിക്കുന്നതായ ആൽമാർക്കായി തിക്കറ നിർഭയത്വമുള്ളത് ചന്ത് ഖുർആൻ നമുക്ക് ചോദിക്കറ്. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആൻ പടിപാട്ടി തന്ന്. അല്ലെ, ശിർക്കാക്കാത്ത ആൽമാർ, അക്രമാക്കാത്ത ആൽമാർ, ബഹുദൈവ വിശ്വാസ കടന്നു വരാത്ത ആൽമാർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ഈമാനില് സത്യവിശ്വാസത്തില് ഷിർക്ക് മിക്സാക്കാത്ത ആൽമാർ,
സിർക്ക് സേർപ്പാട്ടാത്ത ആൽമാർ ഉലായിക ലഹുമുൽ അംനു അങ്കായി തിക്ർ നിർഭയത്വമുള്ളത് അങ്കായി തിക്ർ ഏറ്റവും നല്ല ഒരു ജീവനുള്ളത് ചന്ത് അല്ലാഹു സുബ്ഹാനഹു തആല പടിവാട്ടി തന്നത് ആയി തിക്ർ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് വിശ്വാസിമാർ ശ്രദ്ധിക്കേണ്ടത് ഈ രായത്ത് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നിർഭയത്വമുള്ളതായ ഒരു ജീവൻ ഉണ്ടാവണമെങ്കിൽ ആ ശിർക്കില്ലാത്ത വിശ്വാസ ദൃഢമായ ഒരു വിശ്വാസ ഈമാൻ അത് ഓരോ വിശ്വാസിക്ക് ഉണ്ടാവണം അപ്പോഴായി തിക്കർ ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാവരുത് അതുകൊണ്ടു ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മുനാഫിക്കറെ ആ സ്വര അവസാനിപ്പിച്ചിട്ട് അള്ളാഹുരെ മാത്ര ഇബാദത്തെടുക്കുന്നതായ ഒരു ജനവിഭാഗമായിട്ട് മാറണോ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഇന്നത്തെ ഖുതുബ ഞങ്ങൾ ഷോർട്ടാക്കിയ കൊറോടിയാക്കിയ കുറഞ്ഞ സമയം കൊണ്ടു അവസാനിപ്പിച്ചതിലെ ഉദ്ദേശം എന്താ ചെന്നിട്ടെങ്കിൽ എല്ലാ ആൽമാറും ഞങ്ങളെ രായത്ത് പോയിട്ട് വോട്ടിടണ ചില ഉദ്ദേശം കൊണ്ടായിത്തിക്കണം അതുകൊണ്ടൊത്തു ഇന്നത്തെ ഖുതുബ ഞങ്ങൾ ഷോർട്ടാക്കിയ കൊറോടിയാക്കിയ വിശ്വാസിമാർ എപ്പോഴും ദുനിയാവുരെ വിഷയത്തിൽ ദുനിയാവുരെ വിജയത്തെ വിഷയത്തിൽ നല്ല താല്പര്യമുള്ളതായ ആൽമാരായി തിക്കറ അത് എലക്ഷൻ ആവട്ടെ കച്ചവടമാവട്ടെ ജോലിയാവട്ടെ പരാജയത്തെ ഉറക്കത്തുക്കും ആൽമാർ ഇഷ്ടപ്പെടില്ല സോത്തു പോകേണ്ടതിരെ നഷ്ടപ്പെടുന്നതിരെ ആരും ഇഷ്ടപ്പെടില്ല ഒരു റിസൾട്ട് പേനായിട്ട് ഞങ്ങൾ കാത്തോണ്ടുള്ള ദുനിയാവുരെ ഒരു റിസൾട്ട് എലക്ഷൻ്റെ റിസൾട്ട് എന്തായിത്തേക്കൂ ചിലതായ വെപ്രാളത്തിലായിത്തേക്കും മനുഷ്യന്മാർ ഓരോരുത്തരും പേടിയോടെ കൂടിത്ത് ജീവിക്കുന്നതായ ഒരു അന്തരീക്ഷത്തിക്കരെ കണ്ടോട്ടുള്ളത് ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദുനിയാവുര ഒരു ജീവനമായിത്തിക്കർ വിശ്വാസിമാർ ശാശ്വതമായിട്ട് ജീവിക്കുന്നതായ ലോക പരലോക അവിടായിത്തിക്കർ ഒരു വിശ്വാസിക്ക് വിജയമുണ്ടാവേണ്ടത് കഴിഞ്ഞ ഖുതുബത്തിൽ നിങ്ങൾ കേട്ടെത്തിക്കുവാൻ ഒരാളെ ശാശ്വതമായിട്ടുള്ള വിശ്വാസിയുടെ വിജയ അത് പരലോകമായി തിക്കറ് അവിടെ നിൻ്റെ റിസൾട്ട് എന്തായിത്തിക്കൂ ഒന്നും നഷ്ടപ്പെടില്ല ദുനിയാവിൽ വോട്ടിടുമ്പത്തുക അപ്പറ കൊറിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പോറും അല്ലെങ്കിൽ വോട്ട് വേറെക്ക് കുത്തിയ ബട്ടൺ ഒത്തിയത് വേറെ ആൾമാർക്ക് പോയി തിന്തു പോറും പക്ഷേ പരലോകത്ത് ഞങ്ങൾ ആക്കിയതായ സത്കർമ്മ അല്ലെങ്കിൽ തിന്മ നന്മയാവട്ട് അതൊന്നും ആർക്കും ചേഞ്ചസ് ആവില്ല ആർക്കും ഞങ്ങാക്കിയതായ തപ്പു ഇനറാൽ ഏറ്റെടുക്കില്ല അതുപോലെ ഇനറാല നന്മയും ഞങ്ങൾക്ക് വേണ്ടില്ല അതുകൊണ്ടു അത് കൃത്യമായിട്ട് നാളെ പരലോകത്ത് റിസൾട്ട് അനുഭവിക്കൊണ്ടു അതിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ജാഗ്രത കാട്ടണോ ദുനിയാവൊരു റിസൾട്ട് മാത്രമല്ല പരലോകത്ത് വിജയിച്ചാണ് പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടുക സാധ്യമായിത്ത അവന് വിജയിയാൻ അല്ലേ അവിടെ വിജയിച്ചാണ് അവനായിത്തിക്കറി യഥാർത്ഥ വിജയി അത് ഓരോ സത്യവിശ്വാസിമാർക്കും അത്തരത്തിലുള്ള ചിന്തന ഉണ്ടാവണം അല്ലെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിപാട്ടി തന്നെ അല്ലെ ഫമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ വലം അദ്രി മാ ഹിസാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ വിശുദ്ധ ഖുർആൻ ചത്തല്ലേ അല്ലേ ഖുർആൻ പടിപാട്ടി തന്നെ നാളെ കിതാബ് കിട്ടുന്നതായി ആ സന്ദർഭത്തിൽ അണ്ട് ഞങ്ങൾക്ക് കൊസിയാവണം ഞങ്ങളെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവണം ഹാ ഉമുഖറവു കിതാബിയ ആ കിതാബ് പിടിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോണ്ട എല്ലാവർക്കും കാട്ടിക്കൊടുക്കണം നിന്റെ കിതാബ് നിങ്ങൾ നോക്കറൂ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഈ ഹിസാബ് വിചാരണത്തിലെ റിസൾട്ട് 4 ಬರಗೊಂಡು ಚಂತ ನಾನು ವಿಚಾರಿಸೋಂಟಿನ್ನೆ ನಾನು ಪ್ರತೀಕ್ಷಿಸೋಂಟಿನ್ನೆ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ನನ್ನ ಕಿತಾಬ್ ನನ್ನ ರಿಸಲ್ಟ್ കിട്ടിരെ ಚಂತ
നാളെ നമുക്ക് ചെല്ലകു സാധ്യാവണോ അത്തരത്തിലുള്ള ആൽമാർക്ക് സന്തോഷത്തിരെ സുഖത്തിരെ ആ ഒരു അവസ്ഥ ഉണകു ഉണ്ടാവു ഫീ ജന്നത്തിൻ ആലിയ ഉന്നതമായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കു സാധ്യാവു. അതുപോലെ കിതാബ് കിട്ടുന്ന കുറേ ആൽമാരുണ്ട്, റിസൾട്ട് നഷ്ടപ്പെട്ടതായ ആൽമാരുണ്ട്, ഒന്നുമില്ലാത്ത കാലിയായിട്ടുള്ള ധൂലിയായി പോയിട്ടുള്ള ആൽമാരുണ്ട്, അമലൊക്കെ ആക്കിയിട്ട് ഒരുപാട് ദുനിയാവുക വേനായിട്ട് അധ്വാനിച്ചതായ ആൽമാരുണ്ട്, ഒരുപാട് ഇബാദത്തായി എടുത്തതായ ആൽമാരുണ്ട്, ഹജ്ജും ഉംറയും ആക്കിയതായ ആൽമാരുണ്ട്. അങ്ങനെ ഇബാദത്തല്ല ബാത്തിലായിട്ട് പോണ്ടു. എന്തുകൊണ്ടു? പല വിശ്വാസ സരിയില്ല, വിശ്വാസ നഷ്ടപ്പെട്ട് ശിർക്കൻ വിശ്വാസമുണ്ടു. അങ്ങ് എത്ര ഇബാദത്ത് എടുത്തിട്ടായെങ്കിലും അള്ളാഹു സ്വീകരിക്കില്ല. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വിശ്വാസത്തിൽ ഇന്നാനും ചേഞ്ചസ് വന്നിട്ടായെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടായെങ്കിൽ എന്ത് ഇബാദത്ത് എടുത്തുകുത്തും, എത്ര ആരാധനാക്കിത്തും ദാനധർമാക്കിത്തും ഒരു കാര്യവുമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോണ്ടു. അതുകൊണ്ട് അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, എടുത്ത കയ്യിൽ കിതാബ് കിട്ടുമ്പോഴത്തേക്കു കിതാബ് കിട്ടിത്തില്ലെന്തായെങ്കിൽ എത്ര നന്നായിനെ ചെന്തവണു ബുൽപുടുവാണു ഒലം മദ്രിമ ഹിസാബിയ. ഹിസാബറെ വിചാരണത്തെ സംബന്ധിച്ചവനുകു പരിചയമേ ഇല്ല, ഗൊന്തേ ഇല്ല, അവൻ മനസ്സിലാക്കിയതേ ഇല്ല. അതുകൊണ്ട് തന്റെ സമ്പത്തും തന്റെ അധികാരവും എല്ലാം നഷ്ടപ്പെട്ടു പോയിരല്ലേ ചന്ത് ಬೇಜಾರಾವುರದಾಯ ಆ ಬುಲ್ಪುಡ್ರದಾಯ ಅವಸ್ಥೆ ಅದು ವಿಶ್ವಾಸಿಗೆ ವರ್ಕತಗೂ ಮುಂಡಾവുക തീരാ. റിസൾട്ട് ಬರ್ಮತ್ತಗೂ നാളത്തെ പരലോകത്തെ റിസൾട്ടിനെ സംബന്ധിച്ച് ഓർക്കണോ, മനസ്സിലാക്കണോ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. നല്ല ഒരു ജീവന, നല്ല ഒരു രാജ്യ ഈ രാജ്യത്ത് ഉണ്ടാവുകൂ, സമാധാനത്തിൽ ജീവിക്കൂ. റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് അതുള്ളതായി തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മോശപ്പെട്ടതായ അധികാര വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെയും മുസ്ലിം സമുദായത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഒരുപാട് ആൽമാർ ദുആർക്കു വസിയത്താക്കിരാറ്, രോഗം കൊണ്ടൊത്ത് കഷ്ടപ്പെടുന്നതായി ഒരുപാട് ആൽമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ആക്കിപ്പോയതായ മുഴുവൻ ദോഷത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായ ഞങ്ങളെ അബ്ബമ്മ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ നിരക്കരംഗ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് ഒരു വിഷയം ചെല്ലുള്ളത് ഇൻഷാ അല്ലാഹ് ഇതേ ഞായറാഴ്ച ഇവിടെ ദാറുൽ ഖൈർ ഞങ്ങളെ ഓഫീസിൽ വെച്ചിട്ട് ഹജ്ജ് ക്യാമ്പുണ്ട്. ഹജ്ജിക്ക് പോകേണ്ടതായ ആൽമാർ, ഉദ്ദേശിക്കുന്നതായ ആൽമാർ ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾ എല്ലാവരും ಬಂದು ഇതരെ പ്രയോജനം എടുക്കണം. മുസ്തഫ ധാർമ്മിയായി തിക്കറ് ക്ലാസ് എടുക്കരുത് ഇൻഷാ അല്ലാഹ്. ഇതേ ഞായറാഴ്ച ഉച്ചൽ പിന്നെ 2 ಗಂಟೆಗೆ തിക്കറ് ആരെല്ലാം പോണ്ടാറ് ഹജ്ജിക്ക് പോണ്ടാറ് എല്ലാം ಬಂದು ഹജ്ജിക്ക് പോവാത്തങ്കും പോകുന്ന അടുത്ത വർഷം പോകു വിചാരിച്ചതായ ആൽമാർക്ക് ഇന്നെങ്കിലും അങ്ങവും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഭാഗിയാവണോ, അതിൻ്റെ പ്രയോജനം എടുക്കണോ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.